ഞാൻ ഡൊമൂസിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. അവൻ്റെ ഫേവറേറ്റ് കളറാണ് ഗ്രീൻ. അപ്പോൾ അവൻ്റെ യൂണിഫോം ഗ്രീൻ ആയതുകൊണ്ട് യൂണിഫോം ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഡൊമൂസ് പോണത്. അവൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ പുഞ്ചിരി കണ്ടോ, എന്ത് മര്യാദക്കാരനായിട്ടാണ് പോണേന്നറിയാമോ. പക്ഷേ തിരിച്ച് വരുമ്പോൾ എൻ്റെ ഡൊമൂസിൻ്റെ ഭാവവ്യത്യാസം ഞാൻ നിങ്ങൾ കാണിച്ചു തരാമേ. അത് ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുമ്പോൾ കാണിക്കാം കേട്ടോ. ഇതാണ് ഡൊമൂസിൻ്റെ സ്കൂള്. ഇവിടെ പ്ലേ സ്കൂൾ തുടങ്ങി സീനിയർ KG വരെ ഉള്ളൂ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തായതുകൊണ്ട് അവനെ കൊണ്ടുപോയി വിടാനൊക്കെ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ച് അവനെ ഇവിടെ ചേർത്തത്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് സുഖമാണ്, രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വൈകുന്നേരമേ വീട്ടിൽ വരത്തുള്ളൂ. ഇവിടെ പക്ഷേ അവർക്ക് 3 മണിക്ക് വരെ സ്കൂളുള്ളൂ. 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും ക്ലാസ് എല്ലാം കഴിയും, പെട്ടെന്ന് തിരിച്ചു വരും. പിന്നെ ഇവർക്ക് ക്ലാസ്സിൽ കയറുന്നേക്കാളും മുന്നേ അവരുടെ ഷൂസൊക്കെ ഇവിടെ ഈ റാക്കിൽ ഊരി വെക്കണം. എല്ലാ പിള്ളേരുടെയും പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേര് എവിടെ എഴുതിയേക്കെന്ന് ചോദിച്ചാൽ അവിടെ വേണം നമ്മുടെ ഷൂസ് എല്ലാം വെക്കാൻ വേണ്ടി. ഇത് ഡൊമൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടോ മിഷൽ. നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാ കുട്ടികളുടെയും ടെമ്പറേച്ചർ നോക്കും ടീച്ചർ. ആർക്കെങ്കിലും ഫീവറൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ സിക്കാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിലിരിക്കാൻ അലൗഡല്ല. അങ്ങനെ ഡൊമിനി ടാറ്റ ബബായി ഒക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണൊരു പ്രശ്നം. ഇവിടെ കണ്ടോ, ഭയങ്കര നിഷ്കളങ്കരായ കുറേ പട്ടികൾ ഈ വഴിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. പക്ഷേ അവരെ കാണുമ്പോൾ എനിക്കെന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര പേടിയാണ്. ഇവിടുത്തെ ബോംബെയിലെ പട്ടികൾ ആരെയും കടിക്കുമെന്നൊന്നും കേട്ടിട്ടില്ല. എന്നാലും ഇവരുടെ സ്വഭാവം എപ്പോഴാണ് മാറാമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ തിരിച്ച് ഡൊമുനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വരുന്നതാണ്. പുള്ളി അവിടെ നോക്കി നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ ഡൊമൂസിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഡൊമിനിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ അവൻ്റെ ഭാവവ്യത്യാസങ്ങൾ കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ തുടങ്ങും ഡൊമുൻ്റെ ഭരതനാട്യം, കുച്ചിപ്പുടിയും ഒക്കെ. വേറെ ഒന്നുമല്ല, പോരുന്ന വഴിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവന് ചോക്ലേറ്റ് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരിക്കും.